സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടതിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫ ഇന്നലെയാണ് ജയിൽ മോചിതയായത്. ജയിലിന് പുറത്തിറങ്ങിയ ഷിംജിതയെ നാട്ടുകാർ കൂക്കിവിളികളോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ ദീപകിനെതിരായ തന്റെ പരാതിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു പുറത്തിറങ്ങിയ ശേഷമുള്ള ഷിംജിതയുടെ ആദ്യ പ്രതികരണം. പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചത്. നേരത്തെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, മാസത്തിൽ 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ദീപകിന്റെ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നത് വരെ ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല. ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചത് വലിയ നിരാശയുണ്ടാക്കിയെന്നാണ് ദീപകിന്റെ കുടുംബം പ്രതികരിച്ചത്. തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഷിംജിത ജയിലിൽ തന്നെ കഴിയേണ്ടവളാണെന്നുമാണ് ദീപകിന്റെ ബന്ധുക്കൾ പറഞ്ഞത്. ജനുവരി 17-നാണ് സ്വകാര്യ ബസ്സിൽ വെച്ച് ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ഷിംജിത വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വീഡിയോ വൈറലായതോടെ നേരിട്ട മാനഹാനി മൂലം ദീപക് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ജനുവരി 21-ന് വടകരയിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ ഷിംജിത ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അത് സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. വീഡിയോ പകർത്തിയ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. യുവതി പരാതി പറഞ്ഞിരുന്നില്ലെന്ന് ബസ് ജീവനക്കാരും വ്യക്തമാക്കിയതാണ്. എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ട്.